So, the basis of our vision faculty is due to the information carrying capacity of light. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു വസ്തുക്കളെ കാണാൻ കഴിയുന്നുണ്ട് എന്നുള്ളതിൻ്റെ ബേസിക്സ് എന്ന് പറയുന്നത് ആ വസ്തുവിൽ നിന്ന് നമ്മുടെ കണ്ണിലേക്ക് വരുന്ന ലൈറ്റ് കുറേ ഇൻഫോർമേഷനായിട്ട് വരുന്നുള്ളത് കൊണ്ടാണ്. അപ്പം ലൈറ്റ് ട്രാവൽ ചെയ്യുമ്പോൾ അത് കുറേ അധികം ഇൻഫോർമേഷൻസ് ആയിട്ടാണ് വരുന്നത്. ഫോർ എക്സാമ്പിൾ നമ്മൾ വേറെ രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ പല സ്റ്റാറുകളെ കുറിച്ച് പഠിക്കുന്നുണ്ട്. സ്റ്റാറുകളിലേക്ക് നമ്മൾ പോയി അവിടെ ചെന്ന് പരീക്ഷിക്കുകയല്ലേ എന്ന്. നമ്മുടെ കയ്യിലുള്ള ആകപ്പാടൊരു മാർഗം എന്ന് പറയുന്നത് സ്റ്റാറുകളിൽ നിന്നും ഭൂമിയിലേക്ക് എത്തുന്ന ലൈറ്റുകളെ കുറിച്ച് പഠിക്കുക എന്നുള്ളതാണ്. അപ്പം എന്ന് വെച്ചാൽ എന്താ കാര്യം, ലൈറ്റുകളെ കുറിച്ച് പഠിച്ചിട്ടാണ് നമ്മൾ സ്റ്റാറുകളുടെ ഇവല്യൂഷൻ മറ്റ് പ്രോപ്പർട്ടീസ് എല്ലാം കണ്ടുപിടിക്കുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ദി ബേസിസ് ഓഫ് അവർ വിഷൻ ഫാക്കൽറ്റി ഈസ് ഡ്യൂ ടു ദി ഇൻഫർമേഷൻ ക്യാരിങ് കപ്പാസിറ്റി ഓഫ്. ഇവിടെ നിന്ന് ലൈറ്റ് റിഫ്ലക്ഷൻ നടത്തുന്നുണ്ട്, അതേപോലെ ട്രാൻസ്മിഷൻ ലൈറ്റുന്നുണ്ട്. വി ഹാവ് 2 types ഓഫ് വേവ്സ്. വൺ ഈസ് റിഫ്ലക്റ്റഡ് വേവ് ആൻഡ് ട്രാൻസ്മിറ്റഡ് വേവ്. ആദ്യത്തെ ഫിഗറിൽ മുകളിൽ നിന്നുള്ള ഒരു ലൈറ്റ് വന്ന് ഒരു സർഫസിൽ ഇൻസിഡന്റ് ചെയ്തിട്ട് അവിടെ നിന്ന് റിഫ്ലക്റ്റ് ചെയ്യണം. അപ്പോൾ ആ റിഫ്ലക്റ്റ് ചെയ്യുന്ന ലൈറ്റിൽ ആരുടെ ഇൻഫർമേഷൻസ് ഉണ്ട്? ആ സർഫസിന്റെ ഇൻഫർമേഷൻ. അപ്പോൾ റിഫ്ലക്റ്റഡ് ലൈറ്റ് ഈസ് ഓൾസോ ക്യാരിങ് സം ഇൻഫർമേഷൻ. അതേപോലെ ട്രാൻസ്മിറ്റഡ് വേവും അങ്ങനെ തന്നെയാണ്. കാരണം നമുക്ക് റിഫ്ലക്റ്റഡ് വേവിൽ നിന്നും കുറേ ഇൻഫർമേഷൻസ് കിട്ടുന്നുണ്ട്. നമ്മൾ മിററിൽ നോക്കിക്കഴിഞ്ഞാൽ നമ്മളുടെ ഫേസും മറ്റു കാര്യങ്ങളും കാണാറുണ്ടല്ലോ. അതിൻ്റെ അർത്ഥം എന്താണ്? റിഫ്ലക്റ്റഡ് ലൈറ്റ് ക്യാരിങ് ഇൻഫർമേഷൻ. അതുപോലെയാണ് ട്രാൻസ്മിറ്റഡ് വേവിൻ്റെ കേസിലും. അപ്പോൾ ഇൻ ജനറൽ പിന്നെ ലൈറ്റ് ഈസ് പാസിങ്, അത് എന്ത് ചെയ്യുന്നുണ്ട്? സം എനർജി ക്യാരി ചെയ്യുന്നു. അപ്പോൾ ലൈറ്റിൻ്റെ കേസിലാണെങ്കിൽ നമുക്ക് ഫോട്ടോൺസ് ഉണ്ട്. ഫോട്ടോൺസിന് ഡിഫറെൻ്റ് പ്രോപ്പർട്ടീസ് ഉണ്ട്, അതെല്ലാം നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. അതുപോലെ തന്നെ വേറെ രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഇലക്ട്രിക് ഫീൽഡിൻ്റെ കേസിലാണ് ഇലക്ട്രോൺസ് ഉണ്ട്. ഇലക്ട്രോൺസിനും ഡിഫറെൻ്റ് തരത്തിലുള്ള ചാർജുകളുണ്ട്. ഇത്തരത്തിൽ ഓരോന്നിനും അതിൻ്റെതായ ഡിഫറെൻ്റ് പ്രോപ്പർട്ടീസ്. വി ആർ ഗോയിങ് ടു അവർ ടോപ്പിക്. ക്യാൻ ദി ഒപ്റ്റിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് എ മീഡിയം ഡിപ്പെൻഡ് ഓൺ ദി ഇൻറ്റൻസിറ്റി ഓഫ് റേഡിയേഷൻ? അതായത് ഒരു മീഡിയത്തിൻ്റെ ഒപ്റ്റിക്കൽ പ്രോപ്പർട്ടീസ് നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റുമോ? അല്ലെങ്കിൽ ഒപ്റ്റിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് എ മീഡിയം ലൈറ്റിൻ്റെ ഇൻറ്റൻസിറ്റിയെ ഡിപ്പെൻഡ് ചെയ്യുക എന്നുള്ളതാണ്. അതായത് നിങ്ങൾക്കൊരു മെറ്റീരിയൽ ഉണ്ട്, ആ മെറ്റീരിയലിലേക്ക് ഒരു ലൈറ്റ് അടിച്ചു. അപ്പോൾ മെറ്റീരിയലിൻ്റെ പ്രോപ്പർട്ടി ചേഞ്ച് ചെയ്യാൻ പറ്റുമോ? അതാണ് ക്വസ്റ്റ്യൻ. മെറ്റീരിയലിൻ്റെ പ്രോപ്പർട്ടി എന്ന് ഉദ്ദേശിക്കുന്നത് മെയിനായിട്ട് ഒപ്റ്റിക്കൽ പ്രോപ്പർട്ടീസ് ആണ്. റിഫ്രാക്റ്റ് ഇൻഡെക്സ്, അബ്സോർപ്ഷൻ കോഎഫിഷ്യന്റ്, ഇലക്ട്രിക്കൽ പോളറൈസേഷൻ, ഇങ്ങനത്തെ കാര്യങ്ങളാണ് ഒപ്റ്റിക്കൽ പ്രോപ്പർട്ടീസ് വരുന്നത്. അത് സിമ്പിളായിട്ട് നമ്മളൊരു ലൈറ്റ് ഒരു മെറ്റീരിയലിലേക്ക് അടിച്ചു. അങ്ങനെ അടിച്ചു കഴിഞ്ഞാൽ മെറ്റീരിയലിൻ്റെ ഒപ്റ്റിക്കൽ പ്രോപ്പർട്ടീസ് ചേഞ്ച് ചെയ്യാൻ പറ്റും. സാധാരണയിൽ ചേഞ്ച് ചെയ്യാൻ പറ്റത്തില്ല. കാരണം അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഒരു ലേസർ ലൈറ്റ് അല്ലെങ്കിൽ ഡിഫറെൻ്റ് വെറൈറ്റീസ് ഓഫ് ലൈറ്റ് ഓരോ മെറ്റീരിയലിലേക്ക് അടിച്ചു കഴിഞ്ഞാൽ കളർ ഓട്ടോമാറ്റിക്കലി മാറണം, അതിൻ്റെ പ്രോപ്പർട്ടീസ് ചേഞ്ച് ചെയ്യണം. അതൊന്നും ഇപ്പോൾ സംഭവിക്കുന്നില്ല. പക്ഷേ ദിസ് ക്യാൻ ബി ചേഞ്ച് എന്നാണ് പറഞ്ഞേക്കുന്നത്. അതിൻ്റെ വേറെ രീതിയിലുള്ള ക്വസ്റ്റ്യൻ ആണ് എന്ത്? ഈസ് ഇറ്റ് പോസിബിൾ ടു ചേഞ്ച് ദി കളർ ഓഫ് എ മോണോക്രോമാറ്റിക് ലൈറ്റ്? ഒരു മോണോക്രോമാറ്റിക് ലൈറ്റിൻ്റെ കളർ നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും. ഇത് അടുത്ത ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ ആദ്യം പറഞ്ഞേക്കുന്നത് ഒരു ഒപ്റ്റിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് എ മീഡിയം ഈസ് ഡിപ്പെൻഡ് അപ്പോൺ ദി intensity of a light. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ഈസ് ഇറ്റ് പോസിബിൾ ടു ചേഞ്ച് ദി കളർ ഓഫ് എ മോണോക്രോമാറ്റിക് ലൈറ്റ്? നിങ്ങൾ മോണോക്രോമാറ്റിക് ലൈറ്റ് ഏതാണെന്ന് നിങ്ങൾക്ക് അറിയാം, സിംഗിൾ കളറുകളാണ്. അപ്പോൾ സിംഗിൾ കളറുകൾ നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ് അടുത്ത ക്വസ്റ്റ്യൻ. അതിൻ്റെ ഫിഗറിൽ തന്നെ നമുക്ക് മനസ്സിലാവാം. ഒരു പ്രത്യേക തരത്തിലുള്ള സാമ്പിൾ ഉണ്ട്. ആ സാമ്പിളിലേക്ക് നിങ്ങൾ ഇൻപുട്ട് ലൈറ്റ് കൊടുത്തു, അതൊരു കളറാണ്. പക്ഷെ ഔട്ട്പുട്ട് വരുന്നത് വേറൊരു കളറാണ്. അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻപുട്ടിൽ കൊടുത്ത കളർ തന്നെയല്ല നമുക്ക് ഔട്ട്പുട്ടിൽ കിട്ടുന്നത്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ അത് മോണോക്രോമാറ്റിക് ലൈറ്റാണ് നിങ്ങൾ ഇൻസിഡൻ്റ് ആയി എന്ന് വിചാരിച്ചു. അപ്പം പ്രത്യേക തരത്തിലുള്ള സാമ്പിളിലൂടെ മോണോക്രോമാറ്റിക് ലൈറ്റിനെ കടത്തി വിട്ട് കഴിഞ്ഞാൽ വി ക്യാൻ ചേഞ്ച് ദി കളർ ഓഫ് ദി മോണോക്രോമാറ്റിക് ലൈറ്റ്. അപ്പോൾ അതിൻ്റെ ആൻസർ എങ്ങനെയാണ്? നോട്ട് വിത്തൗട്ട് എ ലേസർ. ലേസർ ഇല്ലെങ്കിൽ ഇത് പറ്റില്ല. ലേസർ ഉണ്ടെങ്കിൽ ലേസറിൻ്റെ സഹായത്തോടു കൂടി നമുക്ക് വേണമെങ്കിൽ എന്തൊക്കെ ചേഞ്ച് ചെയ്യാം? ഒരു മെറ്റീരിയൽ ഒപ്റ്റിക്കൽ പ്രോപ്പർട്ടീസ് ചേഞ്ച് ചെയ്യാം, അതല്ലെങ്കിൽ മോണോക്രോമാറ്റിക് ലൈറ്റിൻ്റെ കളറും ചേഞ്ച് ചെയ്യാം. അപ്പോൾ ലേസറാണ് അവിടെ ഒരു പ്രധാനപ്പെട്ട റോൾ വഹിക്കുന്നത്. അപ്പോൾ ലേസറിൻ്റെ സഹായത്തോടു കൂടി നമുക്ക് വേണമെങ്കിൽ പലതരത്തിലുള്ള പരിപാടിയും ചെയ്യും. അപ്പോൾ അതോടുകൂടി ഒപ്റ്റിക്സിനെ നമ്മൾ 2 ഭാഗമായിട്ടാണ് തരംതിരിക്കുന്നത്. ഒന്ന് പ്രീ ലേസർ യുഗമെന്നും ലേസർ യുഗമെന്നും 2ആയിട്ട് തരംതിരിക്കാറുണ്ട്. പ്രീ ലേസർ യുഗത്തിന് നമ്മൾ ലീനിയർ ഒപ്റ്റിക്സ് എന്നും, ലേസറിന് ശേഷം എന്ന് വെച്ചാൽ ലേസർ കണ്ടുപിടിച്ചതിന് ശേഷം ഉള്ള ഒപ്റ്റിക്സിനെ നോൺ ലീനിയർ ഒപ്റ്റിക്സ് എന്ന് പറയും. സോ basically in optics we are classifying 2 types of areas. One is linear optics, that is pre-laser. ലേസർ ഇല്ലാത്ത സമയത്തുള്ള ഒപ്റ്റിക്സിന് നമ്മൾ ബേസിക് ആയിട്ട് ലീനിയർ ഒപ്റ്റിക്സ് എന്ന് പറയും. ലേസർ കണ്ടുപിടിച്ചതിന് ശേഷമുള്ള ഒപ്റ്റിക്സിന് നമ്മൾ നോൺ ലീനിയർ ഒപ്റ്റിക്സ് എന്നും പറയും. അപ്പോൾ എന്തുകൊണ്ടാണ് ലീനിയർ ഒപ്റ്റിക്സ് ഉണ്ടായത്? വാട്ട് ഈസ് എ ലീനിയർ ഒപ്റ്റിക്സ്? ലീനിയർ ഒപ്റ്റിക്സ് ഈസ് ദി ഒപ്റ്റിക്സ് ഓഫ് വീക്ക് ലൈറ്റ്. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ ലീനിയർ ഒപ്റ്റിക്സ് എപ്പോഴാണ്? ലേസർ കണ്ടുപിടിക്കുന്നതിന് മുൻപുള്ളതാണ്. ലേസർ കണ്ടുപിടിക്കുന്നതിന് മുമ്പ് ലൈറ്റുകൾ ഉണ്ടായിരുന്നു, അതെല്ലാം വീക്ക് ലൈറ്റുകളാണ്. അപ്പോൾ ലീനിയർ ഒപ്റ്റിക്സ്
എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദി ഒപ്റ്റിക്സ് ഓഫ് വീക്ക് ലൈറ്റ്. ശക്തി കുറഞ്ഞ ലൈറ്റുകൾ, അതിന്റെ പ്രതിഭാസങ്ങൾ, അതിന്റെ പ്രോപ്പർട്ടീസ് അതെല്ലാം പഠിക്കുന്നതാണ് ലീനിയർ. ദി ലൈറ്റ് ഈസ് ഡിഫ്ലക്റ്റഡ് ഓർ ഡിലേഡ് ബട്ട് ഇറ്റ്സ് ഫ്രീക്വൻസി ഈസ് അൺചേഞ്ച്. ഫ്രീക്വൻസി ചേഞ്ച് ചെയ്യുന്നില്ല എവിടെ? ലീനിയർ ഒപ്റ്റിക്സ്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ നേരത്തെ പറഞ്ഞേക്കുന്നത് അതിന്റെ മോണോക്രോമാറ്റിക്കിന്റെ ലൈറ്റുകൾ അത് ചേഞ്ച് ചെയ്യാൻ പറ്റില്ല എന്നാണ്. അതേസമയം നോൺ ലീനിയർ ഒപ്റ്റിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദി ഒപ്റ്റിക്സ് ഓഫ് ഇന്റൻസ് ലൈറ്റ് ആരാണ്? ലേസർ ലൈറ്റുകൾ. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ അനുസരിച്ചിട്ട് ലേസർ വന്നതോടുകൂടി ഒരു ലീനിയർ ഒപ്റ്റിക്സ് എന്നും നോൺ ലീനിയർ ഒപ്റ്റിക്സ് എന്നും രണ്ടായിട്ട് തരംതിരിച്ചു. ലീനിയർ ഒപ്റ്റിക്സ് എന്ന് പറഞ്ഞാൽ the optics of weak light and non-linear optics is a optics of intense light. We are concerned with the effect that light itself induces as it propagates through the medium. This is the start of non-linear optics. Non-linear optics. This is the start of non-linear optics. The non-linear optics started by the discovery of second harmonic generation shortly after demonstration of the first laser. അപ്പോൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു non-linear optics ഇൻട്രൊഡ്യൂസ് ചെയ്യാനുള്ള കാരണം ലേസറിന്റെ കണ്ടുപിടുത്തം. അപ്പോൾ ലേസർ കണ്ടുപിടിച്ചതിന് ശേഷം പെട്ടെന്ന് തന്നെ പുതിയൊരു ഫിനോമിന കണ്ടുപിടിച്ചത്. അതിനാണ് ഞാൻ സെക്കൻഡ് ഹാർമോണിക് ജനറേഷൻ എന്ന് പറയുന്നത്. സെക്കൻഡ് ഹാർമോണിക് ജനറേഷൻ ആണ് എന്ത്? നോൺ ലീനിയർ ഒപ്റ്റിക്സ്. ഇത് കണ്ടുപിടിച്ച് പീറ്റർ ഫ്രാങ്കൻ ആണ്. 1961. വാട്ട് ഈസ് ഇമ്പോർട്ടൻസ് ഓഫ് 1961? ബിക്കോസ് ഫസ്റ്റ് ലേസർ കണ്ടുപിടിച്ച 1960 ആണ്. ഇതിന് ശേഷമാണ് പുതിയ നമ്മളുടെ പരിപാടി. സോ വാട്ട് ഈസ് ദി എസൻസ് ഓഫ് നോൺ ലീനിയർ? ദി എസൻസ് ഓഫ് നോൺ ലീനിയർ ഒപ്റ്റിക്സ് ഈസ് നത്തിങ് ബട്ട് when the intensity of the incident light to a material when the intensity of the incident light to a material system increases, the response of the medium is no longer linear. അതായത് നമ്മളുടെ ലീനിയർ, നിങ്ങൾ ഈ ഫിഗർ സ്റ്റാർട്ട് ചെയ്ത് നോക്കി, ഇതിന്റെ സ്റ്റാർട്ടിങ്ങിൽ എക്സ് ആക്സിസ് ഉള്ള ഇൻപുട്ട് ഇന്റൻസിറ്റി ആണ്. അപ്പൊ സാധാരണഗതിയിൽ ഇന്റൻസിറ്റി കൂടുന്നതനുസരിച്ച് ഈ ഒരു റീജിയൻ വരെ ഒരു വീക്ക് ഇന്റൻസിറ്റി ആയിരുന്നുണ്ടായിരുന്നു. അപ്പൊ എന്താ സംഭവിച്ചത്? നമ്മൾ പറഞ്ഞാൽ ലീനിയർ ആയിട്ടാണ് ഈ ഗ്രാഫ് മുന്നോട്ട്. അതേസമയം ഇന്റൻസിറ്റി പിന്നെ വളരെ വലുതാകുന്നതനുസരിച്ച് ഈ ലീനിയാരിറ്റി എല്ലാം പോയി നോൺ ലീനിയർ ബിഹേവിയർ കാണിക്കുന്നത്. അപ്പൊ അങ്ങനെ നോൺ ലീനിയർ ബിഹേവിയർ കാണിക്കുന്ന റേഞ്ച് തൊട്ടുള്ള ഒപ്റ്റിക്സിനാണ് നമ്മൾ നോൺ ലീനിയർ ഒപ്റ്റിക്സ്. അതേസമയം at the starting of the x-axis where we will find that intensity is very low. So what happens? The output is linear. Even though after some values of input impedance, this one is no longer linear. അതെന്തായിട്ട് മാറി? നോൺ ലീനിയർ ആയിട്ട് മാറി. അപ്പോൾ അതുകൊണ്ടാണ് ലേസറിന്റെ ഭാഗം എത്തുമ്പോഴത്തേക്ക്, കാരണം ഇന്റൻസിറ്റി കൂടി ഒരു പരിധി എത്തുമ്പോഴത്തേക്ക് ലേസറിന്റെ ഇന്റൻസിറ്റിയോട് അതോട് കൂടി എന്താ സംഭവിച്ചേക്കുന്നത്? ലീനിയാരിറ്റി എല്ലാം മാറി നോൺ ലീനിയർ ആയിട്ട് മാറി. സോ ദാറ്റ് ഈസ് ദി എസൻസ് ഓഫ് നോൺ ലീനിയർ. അപ്പോൾ ലീനിയർ ഒപ്റ്റിക്സിന്റെ പ്രോപ്പർട്ടീസ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. എന്താണ്? ഒപ്റ്റിക്കൽ പ്രോപ്പർട്ടീസ് സച്ച് ആസ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്, അബ്സോർപ്ഷൻ കോഎഫിഷ്യന്റ് ആർ ഇൻഡിപെൻഡന്റ് ഓഫ് ദി ലൈറ്റ്. അതാണ് നമ്മൾ പറഞ്ഞേക്കുന്നത്. നമ്മൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ എങ്ങനെയായിരുന്നു? ഒരു മീഡിയത്തിന്റെ ഒപ്റ്റിക്കൽ പ്രോപ്പർട്ടീസ് ചേഞ്ച് ചെയ്യാൻ പറ്റുമോ? സാധാരണഗതിയിൽ ലീനിയർ ഒപ്റ്റിക്സ് ആണ് ചേഞ്ച് ചെയ്യാൻ പറ്റും എന്ന് വെച്ചാൽ ഇൻഡിപെൻഡന്റ് ഓഫ് ദി ലൈറ്റ്. അതാണ് നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ദി പ്രിൻസിപ്പിൾ ഓഫ് സൂപ്പർ പൊസിഷൻ ഹോൾഡ് എന്ന് വെച്ചാൽ സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിൾ ലീനിയർ ഒപ്റ്റിക്സിൽ ഒബേ ചെയ്യും. ഫ്രീക്വൻസി ഓഫ് ദി ലൈറ്റ് cannot be altered. Light cannot interact with light. Two beams of light in the same region, linear optical media can have no effect on each other. അപ്പം ഇതൊക്കെയായിരുന്നു ലീനിയർ ഒപ്റ്റിക്സിന്റെ പ്രോപ്പർട്ടീസ്. എന്തൊക്കെയായിരുന്നു? ഒപ്റ്റിക്കൽ പ്രോപ്പർട്ടീസ് ഈസ് ഇൻഡിപെൻഡന്റ് ഓഫ് ദി ലൈറ്റ്. സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിൾ ഹോൾഡ് ചെയ്യും. ഫ്രീക്വൻസി കനോട്ട് ബി ചേഞ്ച്. ഒരു ലൈറ്റ് മറ്റൊരു ലൈറ്റിനെ എഫക്റ്റ് ചെയ്യും. രണ്ടും ഇൻഡിപെൻഡന്റ് ആയിട്ട് മാറും. അതേസമയം ലീനിയർ ഒപ്റ്റിക്സിൽ നിന്ന് നമ്മൾ നോൺ ലീനിയർ ഒപ്റ്റിക്സിലേക്ക് പോയപ്പോഴത്തേക്കും ഇപ്പോൾ പറഞ്ഞ കാര്യങ്ങളെല്ലാം തെറ്റായിട്ട് മാറും. എന്ന് വെച്ച് കഴിഞ്ഞാൽ properties, optical properties is a function of light ആയിട്ട് മാറും. സൂപ്പർപൊസിഷൻ പ്രിൻസിപ്പിൾ വാലിഡ് അല്ല. ലൈറ്റിന്റെ ഫ്രീക്വൻസി നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും. ലൈറ്റ് ക്യാൻ കൺട്രോൾ ലൈറ്റ് എന്ന് വെച്ചാൽ ഒരു ലൈറ്റ് മറ്റൊരു ലൈറ്റിനെ കൺട്രോൾ ചെയ്യാൻ പറ്റും. ഇത്തരത്തിൽ ലീനിയർ ബിഹേവിയർ ഉണ്ടായിരുന്ന പ്രോപ്പർട്ടീസ് അല്ല, അല്ലെങ്കിൽ ലോ ഇന്റൻസിറ്റി സമയത്ത് ഉണ്ടായിരുന്ന പ്രോപ്പർട്ടീസ് എല്ലാം നേരെ ഓപ്പോസിറ്റ് ആയിട്ട് മാറും. എവിടെ? നോൺ ലീനിയർ. അപ്പൊ ലീനിയർ ഒപ്റ്റിക്സ് എന്താണെന്ന് നമ്മൾ പറഞ്ഞു. നോൺ ലീനിയർ ഒപ്റ്റിക്സ് എന്താണ്? ഇനി അതിന്റെ ഒരു ചെറിയ ഗ്രാഫാണ് ഞാൻ നേരത്തെ കാണിച്ച ഗ്രാഫൊക്കെ തന്നെ. ഇതില് ലീനിയർ ആയിട്ട് മാറും. റെഡ് കളർ ലീനിയർ ആണ്, അതേസമയം മറ്റത് നോൺ ലീനിയാരിറ്റി. ഇപ്പൊ ഇങ്ങനെ ലീനിയർ ബിഹേവിയറിൽ നിന്നും ഇതിന്റെ പ്രോപ്പർട്ടീസ് നോൺ ലീനിയാരിറ്റിയിലേക്ക് കാണിച്ചു. അതുകൊണ്ടാണ് നമ്മൾ അതിനെ നോൺ ലീനിയർ. എന്തുകൊണ്ടാണ് ലേസറിന് മുൻപ് ഇങ്ങനെ ഒരു പ്രോപ്പർട്ടീസ് ഇല്ലാതിരുന്നത്? വൈ നോ എയർലിയർ? ലേസർ വരുന്നതിന് മുമ്പ് എന്തുകൊണ്ട് ഒപ്റ്റിക്കൽ പ്രോപ്പർട്ടീസ് കാണിക്കായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ലേസർ എന്തോ ചില പ്രത്യേക കാര്യങ്ങൾ ചെയ്യുന്നു. എന്താണ്? ഫീൽഡ് സ്ട്രെങ്ത് ഓഫ് ദി കൺവെൻഷണൽ ലൈറ്റ്. സാധാരണഗതിയിൽ നമ്മൾ ഉപയോഗിക്കുന്ന കൺവെൻഷണൽ ലൈറ്റുകളുടെ ഫീൽഡ് സ്ട്രെങ്ത് എന്ന് പറഞ്ഞാൽ 10⁻³ വോൾട്ട്/സെന്റ്. അതേസമയം ഫീൽഡ് സ്ട്രെങ്ത് ഓഫ് ദി അറ്റോമിക് ഓർ ഇന്റർ അറ്റോമിക് ഫീൽഡ് 10⁻⁷ ഓർ 10⁻⁻10 ആണ്. അപ്പം ഒരു ലൈറ്റ് ഒരു മാറ്ററിലേക്ക് ഇൻസിഡന്റ് ചെയ്യുമ്പോൾ ലൈറ്റിന്റെ ഇലക്ട്രിക് ഫീൽഡും അതിന്റെ സ്ട്രെങ്ത് ഒക്കെ 10⁻³ ആണ്. അതേസമയം ഈ മാറ്ററിന്റെ പ്രോപ്പർട്ടീസിക്ക് ചേഞ്ചസ് വരണമെങ്കിൽ അറ്റോമിക് ലെവലിലുള്ള ചേഞ്ചസ്, അറ്റോമിക് ലെവലിലുള്ള ഇന്ററാക്ഷന്റെ സ്ട്രെങ്ത് എത്തിയാണ് ഇതിനെ കഴിഞ്ഞും വളരെ വലുതാണ്. കൺവെൻഷണൽ ലൈറ്റിന്റെ സ്ട്രെങ്ത് 10⁻³ ആയിരുന്നെങ്കിൽ അറ്റോമിക് ഇന്ററാക്ഷന്റെ ഇടയ്ക്കുള്ള ഫീൽഡ് 10⁻⁷ to 10⁻�10 ആണ്. അപ്പൊ എന്താ സംഭവിക്കുക? അങ്ങനെ വരുമ്പോൾ 10⁻³ ലെവലിലുള്ള ലോ റേഞ്ച് ഇന്റൻസിറ്റിക്ക് ഈ അറ്റോമിക് ഫീൽഡിലേക്ക് പ്രത്യേകിച്ചൊന്നും ചേഞ്ച്
ചേഞ്ച് ചെയ്യാൻ പറ്റും. അതേസമയം ലേസർ ലൈറ്റ് ആകുമ്പോൾ എന്താ സംഭവിക്കുക? ലേസർ ലൈറ്റ് ക്യാൻ ഹാവ് എ ഹൈ ഇന്റൻസിറ്റി ബീം, ഹൈ ഡയറക്ഷനാലിറ്റി. ഇതെല്ലാം നമ്മൾ ലേസറിന്റെ പ്രോപ്പർട്ടീസ് നമുക്ക് അറിയാവുന്നതാണ്. ഇതൊക്കെയാണ് ഹൈ ഇന്റൻസിറ്റി ബീമാണ്, ഡയറക്ഷനാലിറ്റി ഉണ്ട്, കോഹറന്റ് ഉണ്ട്, മോണോക്രോമാറ്റിക് ആണ്, ആൻഡ് ബി കംപ്രസർ ഇൻ ടൈം അപ് ടു എ ഫ്യൂ ഫെംറ്റോസെക്കൻഡ്. ഇത്തരത്തിൽ ഹൈ ലേസർ ബീം ഈ മെറ്റീരിയലിലേക്ക് വന്ന് പതിച്ചു കഴിഞ്ഞാൽ അതിന്റെ അപ്പൊ എന്തുകൊണ്ടാണ് വന്ന് പതിക്കുമ്പോൾ സംഭവിക്കുന്നത്? ലേസറിന്റെ അറ്റോമിക് ഫീൽഡ് എന്ന് പറയുന്നത് 10⁻10 ആണ്. ഓക്കെ, ഓൾമോസ്റ്റ്. അപ്പോൾ എന്താ സംഭവിക്കുക? ആ റേഞ്ചിനടുത്താണ് ആരുടെ റേഞ്ചും വരുന്നത്? മാറ്ററിലുള്ള അറ്റോമിക് സ്ട്രെങ്ത്. അപ്പം എന്താ സംഭവിക്കുന്നത്? മാറ്ററിലുള്ള അറ്റോമിക് സ്ട്രെങ്തും അതേസമയം ലേസറിന്റെ ബീമും ഓൾമോസ്റ്റ് ഈക്വലോ അല്ലെങ്കിൽ ലേസറിന്റെ ബീം അതിൽ കൂടുതലാകുമ്പോൾ ഇതിന് അറ്റോമിക് റേഞ്ചിലുള്ള പ്രോപ്പർട്ടീസിനെ ചേഞ്ച് ചെയ്യാൻ പറ്റും. അപ്പൊ അതുകൊണ്ടാണ് ലേസർ ബീം മെറ്റീരിയലിലേക്ക് അടിക്കുമ്പോൾ അതിന്റെ പ്രോപ്പർട്ടീസ് ചേഞ്ച് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ എന്താണെന്ന് നോക്കാം. നമ്മൾ അറ്റ് സച്ച് ഹൈ ഫീൽഡ് ദി റിലേഷൻ ബിറ്റ്വീൻ പോളറൈസേഷൻ ആൻഡ് ഇലക്ട്രിക് ഫീൽഡ് ബിക്കം നോൺ ലീനിയർ. അപ്പം ഇത്ര നേരം നമ്മൾ ഏത് റിലേഷനാണ് നോൺ ലീനിയർ ആകുന്നതെന്ന് പറഞ്ഞില്ല. ഏതൊക്കെയോ റിലേഷൻ ആകും. ഇപ്പം ലേസർ അല്ലായിരുന്നുവെങ്കിൽ ലീനിയർ ആയിരുന്നു, ലേസർ വന്നപ്പോഴത്തേക്ക് നോൺ ലീനിയർ ആയിട്ട് പറയും. ഇപ്പം നിങ്ങൾക്ക് അറിയാം, പണ്ട് പഠിച്ച ഇക്വേഷൻ ആണ് പോളറൈസേഷൻ ഈസ് പ്രൊപ്പോർഷണൽ ടു ഇലക്ട്രിക്. അല്ലെ നമ്മൾ P ഈസ് ഈക്വൽ ടു ε0 chi ഇൻറ്റു E. അത് നമ്മൾ സാധാരണ ഇക്വേഷൻ, അതൊരു ലീനിയർ ഇക്വേഷൻ, കാരണം P പ്രൊപ്പോർഷണൽ ടു ഇലക്ട്രിക് ഫീൽഡ്. അതിനാണ് നമ്മൾ ലീനിയർ ബിഹേവിയർ എന്ന് പറയുന്നത്. പക്ഷേ ഇതെല്ലാം ലോ ഫീൽഡിലാണ്. അതേസമയം ഹൈ ഫീൽഡ് വരുമ്പോൾ P ഈസ് നോട്ട് ഓൾവേസ് പ്രൊപ്പോർഷണൽ ടു E ആയിട്ട് മാറും. ഈ ഇക്വേഷൻ ആണ് നോൺ ലീനിയർ ആയിട്ട് മാറും. ഓക്കെ, ഇപ്പൊ ലീനിയറാലിറ്റിയും നോൺ ലീനിയർ. ലീനിയറിറ്റി എന്തായിരുന്നു ഉണ്ടായിരുന്നത്? ലോ ഫീൽഡുകളിൽ പോളറൈസേഷൻ ഈസ് പ്രൊപ്പോർഷണൽ ടു ഇലക്ട്രിക് ഫീൽഡ് ആയിരുന്നു, അത് ലീനിയർ. അതേസമയം ലേസർ വന്നു കഴിയുമ്പോഴത്തേക്കും P ഈസ് നോട്ട് ഓൾവേസ് എന്ത് പ്രൊപ്പോർഷണൽ ടു E ആയിരിക്കും. അവിടെ നോൺ ലീനിയാരിറ്റി വരും. ഇക്വേഷൻ എങ്ങനെ വന്ന് നമുക്ക് പിന്നെ നോക്കാം. അപ്പോൾ അങ്ങനെ വന്നു കഴിയുമ്പോൾ നോൺ ലീനിയാരിറ്റി ബിഹേവിയർ വന്നു കഴിയുമ്പോൾ പുതിയ കുറെ ഫിനോമിനാസ് വരും നോൺ ലീനിയാരിറ്റിയിൽ. അങ്ങനത്തെ ഡിഫറെന്റ് ഫിനോമിനയാണ് ഒപ്റ്റിക്കൽ ഹാർമോണിക് ജനറേഷൻ, ഒപ്റ്റിക്കൽ കെർ എഫക്റ്റ്, ഫ്രീക്വൻസി മിക്സിംഗ്, സെൽഫ് ഫോക്കസിംഗ്, സ്റ്റിമുലേറ്റർ റാമൻ സ്കാറ്ററിംഗ്, സ്റ്റിമുലേറ്റർ ബില്ലോണി സ്കാറ്ററിംഗ്, ഒപ്റ്റിക്കൽ റെക്ടിഫിക്കേഷൻ. ഇങ്ങനെ ഒട്ടനവധി പുതിയ ഫിനോമിനകൾ വരാൻ തുടങ്ങി. എങ്ങനെ? എല്ലാ മെറ്റീരിയലിലേക്കും ലേസർ അടിച്ചു കഴിഞ്ഞാൽ ഈ പ്രോസസ് എല്ലാം കാണില്ല. അതേസമയം ചില പ്രത്യേക മെറ്റീരിയലുകളിലേക്ക് ലേസർ അടിച്ചു കഴിയുമ്പോൾ എന്ത് സംഭവിക്കും? പുതിയ കുറെ ഫിനോമിനാസ് വരും. ഈ ഫിനോമിനാസുകളിൽ നമുക്ക് ഫ്രീക്വൻസി മിക്സിംഗ്, സെൽഫ് ഫോക്കസിംഗ്, ഹാർമോണിക് ജനറേഷൻ, ഇങ്ങനെയുള്ള 2-3 പ്രധാനപ്പെട്ട ഫിനോമിനകളാണ് നമ്മുടെ സിലബസിലുള്ളത്. അതേപോലെ ഇത് കുറെ ഫിനോമിന. ഇപ്പൊ എന്തെന്ന് നോക്കാം. ഈ ഫിഗർ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാകും എന്താ സംഭവിക്കുന്നത്. ഈ ഫിഗറിന്റെ ലെഫ്റ്റ് സൈഡിലുള്ള വൈറ്റ് പോർഷൻ കണ്ടല്ലോ, അത് ട്രാൻസ്പെറന്റ് ആയി. അതേ മെറ്റീരിയലിനെ ഞാൻ റൈറ്റ് സൈഡിലേക്ക് പോകുന്നതനുസരിച്ച് ലൈറ്റിന്റെ ഇന്റൻസിറ്റി കൂട്ടി കൊണ്ടുവരാന്ന് വിചാരിച്ചു. അപ്പൊ ഫൈനൽ എത്തുമ്പോഴത്തേക്ക് എന്തായി മാറിയും? മുഴുവനും ഒപ്പാക്ക് ആയി. സ്റ്റാർട്ടിങ് നിങ്ങൾ നോക്കി ലെഫ്റ്റ് സൈഡ് നോക്കിയേ, ലോ ഇന്റൻസിറ്റി ബീമാണ്, അപ്പോൾ ട്രാൻസ്പെറന്റ് ആയിരുന്നു. അതേസമയം ആ ലോ ഇന്റൻസിറ്റി ബീമിന്റെ സ്ട്രെങ്ത് കൂട്ടി ഹൈ ഇന്റൻസ് ബീം ആകുമ്പോഴത്തേക്കും ആ മെറ്റീരിയൽ കംപ്ലീറ്റ് ആയിട്ട് ഒപ്പാക്ക് ആയിട്ട് മാറും. ഓക്കെ, എന്താ നമുക്ക് സംഭവിക്കുക? നമുക്ക് ഇങ്ങനെ ചില മെറ്റീരിയൽ ഉണ്ടാക്കാൻ പറ്റും. നമ്മൾ ഇന്റൻസിറ്റിയുടെ സ്ട്രെങ്ത് അനുസരിച്ച് നമുക്ക് വേണമെങ്കിൽ മെറ്റീരിയലിനെ ട്രാൻസ്പെറന്റോ ഒപ്പാക്കോ ആക്കി മാറ്റാൻ പറ്റും. ഇതിന് നേരെ ഓപ്പോസിറ്റ് ഉണ്ട്. അങ്ങനത്തെ പ്രോപ്പർട്ടീസ് ഉണ്ട്. ലോ ഇന്റൻസിറ്റി ഉള്ളപ്പോൾ മെറ്റീരിയൽ ഒപ്പാക്ക് ആയിരുന്നു, അതേസമയം ഹൈ ഇന്റൻസ് ആകുമ്പോഴത്തേക്കും അത് ട്രാൻസ്പെറന്റ് ആയി മാറും. ഇത്തരത്തിൽ മെറ്റീരിയലുകളുടെ പ്രോപ്പർട്ടീസിന് നമുക്ക് ട്യൂൺ ചെയ്യാൻ പറ്റും. എന്ത് ചെയ്താൽ മതി? ഇൻസിഡന്റ് ലൈറ്റിന്റെ ഇന്റൻസിറ്റിനെ ട്യൂൺ ചെയ്താൽ മതി. നമുക്ക് വേണമെങ്കിൽ ട്രാൻസ്പെറന്റ് ആയ ഒരു മെറ്റീരിയലിനെ ഒപ്പാക്ക് ആക്കിയിട്ടോ അല്ലെങ്കിൽ ഒപ്പാക്ക് ആയ ഒരു മെറ്റീരിയലിനെ ട്രാൻസ്പെറന്റ് ആക്കിയോ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അവിടെയെല്ലാം നമ്മൾ ഉപയോഗിക്കുന്നത് ലേസറാണ്. ഇതും അതിന്റെ തന്നെ ഒരു ഫിഗർ തന്നെയാണ്. അതായത് മെറ്റീരിയൽ ബിക്കം ട്രാൻസ്പെറന്റ് അറ്റ് ഹൈ ഇന്റൻസിറ്റി ഉണ്ട്. നിങ്ങൾക്ക് പറയാം, ആദ്യം എക്സ് ആക്സിസിൽ ഇന്റൻസിറ്റി ആണ് കൊടുത്തേക്കുന്നത്, വൈ ആക്സിസിൽ നമുക്ക് ട്രാൻസ്പെറൻസി എല്ലാം കൊടുക്കാം, അബ്സോർഷൻ കോഎഫിഷ്യന്റ് കൊടുക്കും. ട്രാൻസ്പെറന്റ് ആണെങ്കിൽ നമ്മൾ നോക്കിയേ, ലോ ഇന്റൻസിറ്റി ഇന്റൻസിറ്റി IS സാച്ചുറേഷൻ വരെ, അതിന് മുൻപ് വരെ ഈ ഒരു റേഞ്ചുകളിൽ എന്തില്ല, ട്രാൻസ്പെറൻസി വളരെ കുറവാണ്. അതേസമയം ഇന്റൻസിറ്റി കൂടി കഴിയുമ്പോഴോ ഒരു പ്രത്യേക റീജിയന് ശേഷം ഈ ട്രാൻസ്പെറൻസി എക്സ്പോണൻഷ്യലി ഗ്രോത്ത് ചെയ്യുന്നതാണ്. ഓക്കെ, എന്ന് വെച്ചാൽ എന്താ മീനിങ്? ഒപ്പാക്ക് ആയ മീഡിയം ട്രാൻസ്പെറന്റ് ആയിട്ട്. ഇനി അപ്പോൾ നേരെ തിരിച്ചു, അബ്സോർഷൻ വളരെ കൂടുതലാണ്, അപ്പം എന്തില്ല, ട്രാൻസ്പെറൻസി ഇല്ല. അപ്പൊ ഇവിടെ എല്ലാം ഹൈ ഒപ്പാക്ക് ആവും. അതേസമയം ഇന്റൻസിറ്റി ഒരു റേഞ്ച് കഴിഞ്ഞാലോ അബ്സോർഷൻ വളരെ കുറവാണ്. ഈ രീതിയിൽ നമുക്ക് ലേസറിന്റെ ഇന്റൻസിറ്റി ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? മെറ്റീരിയലുകളെ ഒപ്പാക്കോ. ഓക്കെ, അതിലൊരു പ്രോപ്പർട്ടിയാണ് ഹാർമോണിക് ജനറേഷൻ. എന്താണ് ഹാർമോണിക് ജനറേഷൻ? ഇതിന്റെ ഫിഗറിൽ തന്നെ നമുക്ക് പറയാം. ഒരു റൂബി ലേസറിൽ നിന്നും കുറെ ലേസർ ബീമുകൾ പുറപ്പെടുവിക്കും. അത് നമ്മൾ ഫിൽറ്റർ ഉപയോഗിക്കും. അപ്പൊ നമുക്ക് ω1 എന്ന് പറയുന്ന ഒരു ഫ്രീക്വൻസിയിലുള്ള ലൈറ്റ് മാത്രം ഞാൻ എന്ത് മെറ്റീരിയലിലേക്ക് കടത്തി വിട്ടു? ക്വാർട്സ് പോലെയുള്ള ഒരു ക്രിസ്റ്റലിലേക്ക് കടത്തി വിട്ടു. അപ്പൊ നിങ്ങൾ നോക്കിക്കേ, ഇൻസ്റ്റെഡ് ഓഫ് ω1 നമുക്ക് വേറൊരു ഫ്രീക്വൻസി റേഞ്ചിലുള്ള വേവും കൂടെ പുറപ്പെടുന്നതാണ് ω2. വാട്ട് ഈസ് ω2? 2 ടൈംസ് ഓഫ് ω1.
അപ്പം എന്താ സംഭവിച്ചത്? ω1 എന്ന് പറയുന്ന ഒരു ഫ്രീക്വൻസിയിലുള്ള ഒരു വേവിനെ ഒരു പ്രത്യേക മെറ്റീരിയലിലൂടെ കടത്തി വിട്ടപ്പോഴത്തേക്കും 2 ടൈംസ് ω1 എന്നുള്ള ഒരു പുതിയൊരു ലൈനുമായിട്ട് വന്നു. അപ്പോൾ എന്താ സംഭവിച്ചത്? പുതിയൊരു ഫ്രീക്വൻസി ജനറേഷനായി. അങ്ങനെ 2 ടൈംസ് ω1 ആണ് വരുന്നതെങ്കിൽ നമ്മളതിനെ ഹാർമോണിക് ജനറേഷൻ എന്ന് പറയും. When a ruby laser of 6943 angstrom was passed through a crystal, the UV light twice the frequency 3471 was. അപ്പോൾ നമ്മൾ നോക്കിയേ, ഇവിടെ നമുക്ക് ഒരു ഫിൽറ്റർ വെച്ച് കഴിഞ്ഞാൽ ω1 നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം? ക്യാൻസൽ ആക്കാം. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ω2 മാത്രം കിട്ടി. നമ്മൾ കൊടുത്തത് എന്താണ്? ω1. So once you give ω1 and finally you will get ω2. അപ്പോൾ ഇത്തരത്തിൽ 2 ടൈംസ് ഓഫ് ഇൻസിഡന്റ് വേവിനെ കിട്ടുന്ന പരിപാടിയാണ് സെക്കൻഡ് ഹാർമോണിക് ജനറേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ എന്ത് വ്യത്യാസങ്ങളാണ് വന്നേക്കുന്നത് ഫ്രം ലീനിയർ ടു നോൺ ലീനിയാരിറ്റി? അപ്പോൾ പോളറൈസേഷൻ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ പോളറൈസേഷൻ സാധാരണഗതിയിൽ ലീനിയർ ആയിരുന്നെങ്കിൽ P ഈസ് പ്രൊപ്പോർഷണൽ ടു E, അതല്ലെങ്കിൽ P ഈസ് ഈക്വൽ ടു ε0 chi ഇൻറ്റു E. അതാണ് ലീനിയർ. P എന്ന് പറഞ്ഞാൽ പോളറൈസേഷൻ, ഡൈപോൾ മൊമെന്റ്, വേറെ chi പോളറൈസിബിലിറ്റി. അപ്പം ആ കാര്യങ്ങളിൽ നിങ്ങൾക്ക് അറിയാവുന്ന. ഇനി ഇക്വേഷനിൽ എന്ത് വ്യത്യാസമായിരിക്കും വരുന്നതെന്ന് നോക്കാം. ഇക്വേഷൻ 1 നമ്മൾ നേരത്തെ പറഞ്ഞ ഇക്വേഷൻ ഏതായിരുന്നു? P ഈസ് ഈക്വൽ ടു ε0 chi 1 ഇൻറ്റു E. അതായിരുന്നു ലീനിയർ ഇക്വേഷൻ. അപ്പോൾ എന്താ സംഭവിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ലീനിയർ ബിഹേവിയർ കാണിക്കുന്ന മെറ്റീരിയലുകളിൽ ഈ chi², e², chi³ e³ എന്ന് പറഞ്ഞ ടേംസ് ഒന്നും ഉണ്ടാവില്ല. അതേസമയം ഈ പുതിയ മെറ്റീരിയലുകളാണെങ്കിൽ ഇൻ അഡീഷൻ ടു അവർ നോർമൽ ഫസ്റ്റ് ടേം വിൽ ഓൾസോ ഹാവ് സെക്കൻഡ് ടേം. ഫസ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ എന്താണ്? P പ്രൊപ്പോർഷണൽ ടു E. അപ്പോൾ നമ്മൾ എന്ത് കൊടുത്തു? ε0 chi 1 ഇൻറ്റു. അപ്പോൾ ലീനിയർ ആയിരുന്നു. അതേസമയം നോൺ ലീനിയാരിറ്റി വരുമ്പോഴത്തേക്കും chi² e² എന്ന് പറഞ്ഞ ടേം വരും, chi³ e³ എന്ന് പറഞ്ഞ ടേമുകളും വരും. അപ്പോൾ എന്താ സംഭവിക്കുക? ആ ഇക്വേഷൻ നോ ലോങ്ങർ ലീനിയർ ആവും, അത് നോൺ ലീനിയർ ആയിട്ട് മാറും. അപ്പോൾ രണ്ടാമത്തെ ടേമും മൂന്നാമത്തെ ടേം അങ്ങനെ മെറ്റീരിയലിന്റെ പ്രോപ്പർട്ടി അനുസരിച്ചുകൊണ്ട് എത്ര ടേം വേണമെങ്കിലും. അപ്പോൾ chi² chi³ ഒക്കെ ഉണ്ട്. അതിന് നമ്മൾ സസെപ്റ്റിബിലിറ്റി നോൺ ലീനിയർ ടേമുകളാണല്ലോ വന്നേക്കുന്നത് രണ്ടാമത്തെയും മൂന്നാമത്തെ. അതിന് നോൺ ലീനിയർ സസെപ്റ്റിബിലിറ്റി ടേംസുകൾ എന്ന് പറയാം. അപ്പോൾ ലോ ഫീൽഡ് ആണ് ഉള്ളതെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ സെക്കൻഡ് ടേമും തേർഡ് ടേമും കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ അത് ലീനിയർ ഒപ്റ്റിക്സ് ആയിട്ട് മാറും. അതേസമയം ഹൈ വാല്യൂസ് ഓഫ് E കൊടുത്തു കഴിഞ്ഞാൽ സെക്കൻഡ് ടേമും തേർഡ് ടേമും ഉണ്ടാവും. അപ്പോൾ അത് ലീനിയർ ഇക്വേഷൻ അല്ല, നോൺ ലീനിയർ ആയിട്ട് മാറും. ഓക്കെ, ഇനി അതിലെന്താ സംഭവിക്കുന്നതെന്നോ? എന്താ സംഭവിക്കുക? നമ്മൾ ചെയ്തേക്കുന്നത് എന്താണ്? ഒരു ഇന്ററാക്ഷൻ ഓഫ് റേഡിയേഷൻ വിത്ത് മാറ്റർ ആണ്. എന്ന് വെച്ചാൽ എന്താണ്? ഒരു ലേസർ ബീം എന്ന് വെച്ചാൽ വേവ്, ഒരു ഹൈ ഇന്റൻസിറ്റി വേവ് ഏതെങ്കിലും പ്രത്യേക തരത്തിലുള്ള മാറ്ററിലേക്ക് ഇൻസിഡന്റ്. അതാണ് ωKE എന്ന് പറയുന്ന പ്രോപ്പർട്ടീസ് ഉള്ള ഒരു ലൈറ്റ്, മോണോക്രോമാറ്റിക് ലൈറ്റ് ലേസർ ബീം ഒരു മാറ്ററിലേക്ക് ഇൻസിഡന്റ് ചെയ്യും. അവിടെ ന്യൂക്ലിയസ് ഉണ്ട്, ന്യൂക്ലിയസിന് ചുറ്റും ഇലക്ട്രോൺസ് ഉണ്ട്. എന്താ സംഭവിക്കുക? ഈ ωKE എന്ന് പറയുന്ന സാധനം ഈ ന്യൂക്ലിയസിനെ എന്ത് ചെയ്യും? പെർട്ടർബ് ചെയ്യും, ഇൻഡ്യൂസ് ചെയ്യും. അപ്പൊ എന്താ സംഭവിക്കുക? ദി എക്സ്റ്റേണൽ ഇലക്ട്രിക് ഓസിലേറ്റ് ഇലക്ട്രോൺ ഇൻഡ്യൂസിംഗ് ലൈറ്റ്. ഈ എക്സ്റ്റേണൽ റേഡിയേഷൻ ഈ ആറ്റത്തെ വന്ന് എന്ത് ചെയ്യും? ഓസിലേറ്റ് ചെയ്യും. അപ്പൊ എന്ത് ചെയ്യും? ഇവിടുന്ന് വരുന്ന ഈ സാധനം സ്വീകരിച്ചിട്ട് ഇവന് വേറൊരു റേഡിയേഷൻ ആണ് റീ എമിറ്റ് ചെയ്യുക. അതുകൊണ്ടാണ് ωKE എന്ന് പറയുന്ന സാധനത്തെ ഔട്ട്പുട്ടിൽ കിട്ടുമ്പോഴത്തേക്കും ω'K', E'. ഇപ്പോൾ ഇലക്ട്രോണിന്റെ ഓസിലേഷൻ പൊതുവെ പറയുന്നത് സിമ്പിൾ ഹാർമോണിക് മോഷൻ ആണ്, ലീനിയാരിറ്റി വരും. അൺഹാർമോണിക് ഫാഷൻ ആയിട്ടാണ് വരുന്നതെങ്കിൽ നോൺ ലീനിയാരിറ്റി. അപ്പോൾ എന്താ സംഭവിക്കുന്നത്? ഹൈ ഇന്റൻസിറ്റി ബീം ആണ് ഈ മാറ്ററിലേക്ക് ഇൻസിഡന്റ് ചെയ്യുന്നതെങ്കിൽ അത് അൺഹാർമോണിക് ഫാഷനായിട്ടായിരിക്കും ഓസിലേറ്റ് ചെയ്യുക. അപ്പം അൺഹാർമോണിക് രീതിയിലുള്ള ഔട്ട്പുട്ടും. അങ്ങനെയാണ് ലീനിയാരിറ്റിയും നോൺ ലീനിയാരിറ്റിയും വന്നത്. ഈ ഇക്വേഷൻ നമ്മൾ നേരത്തെ എഴുതിയത് തന്നെയാണ്. അതായത് ഫസ്റ്റ് ടേമിൽ നമുക്ക് ലീനിയർ മാത്രമേ ഉണ്ടായിരുന്നെങ്കിൽ ഫസ്റ്റ് ടേം മാത്രമേ. അതേസമയം നോൺ ലീനിയാരിറ്റി ആയിരുന്നെങ്കിലോ P പോളറൈസേഷൻ നോൺ ലീനിയർ ഈസ് ഈക്വൽ ടു ε0 chi 1E പ്ലസ് chi2 E2 chi3 chi1 എന്ന് പറഞ്ഞാൽ ലീനിയർ ഒപ്റ്റിക്കൽ എഫക്ട്. സെക്കൻഡ് ഓർഡർ നോൺ ലീനിയാരിറ്റി, chi³ തേർഡ് ഓർഡർ നോൺ ലീനിയർ ആണ്. ഇൻസിഡന്റ് വേവ് മോളിക്യൂൾസുമായിട്ട് ചെയ്യുമ്പോൾ നമുക്ക് എമിറ്റ് ചെയ്യുന്ന വേവിന് പുതിയ കളറായിരിക്കും ഉണ്ടാവുക. ഇതാണ് നമ്മുടെ ശരിക്കുള്ള ഡിഫറെന്റ് കളറുകൾ വരുന്നത്. ഒരു മോണോക്രോമാറ്റിക് ലൈറ്റ് ആണ് കൊടുത്തതെങ്കിലും അത് മാറ്ററുമായിട്ട് ഇന്ററാക്ട് ചെയ്യുമ്പോഴത്തേക്കും വേറൊരു കളറായിട്ടാണ് വരും. ഇതിന്റെ ഇക്വേഷൻ പാർട്ട് ചെറുതായിട്ടൊന്ന് നോക്കിയിട്ട് നമുക്ക് ഇന്നത്തെ ക്ലാസ് നിർത്താം. അപ്പോൾ ലീനിയാരിറ്റി ആയിരുന്നെങ്കിൽ ഈ പറഞ്ഞ പ്രോപ്പർട്ടീസിനൊന്നും ചേഞ്ചസ് ഉണ്ടാവില്ല. ലീനിയർ ആയിരുന്നെങ്കിൽ ഒപ്റ്റിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് ദി മീഡിയം വിച്ച് ഡിപ്പെൻഡ് ഓൺ സസെപ്റ്റിബിലിറ്റി ഓൾസോ ബിക്കം എ ഫംഗ്ഷൻ ഓഫ് E. എവിടെ? ഹൈ ഫീൽഡ്. അപ്പോൾ ഓട്ടോമാറ്റിക് നോൺ ലീനിയാരിറ്റി വരും. നിങ്ങളുടെ ഇക്വേഷൻ നിങ്ങളൊന്ന് നോക്കിക്കോ. E ഈസ് ഈക്വൽ ടു, ഇനി നമ്മൾ നേരത്തെ പറഞ്ഞേക്കുന്നത് ഏതോ ഒരു E എന്നല്ല പറഞ്ഞ P പ്രൊപ്പോർഷണൽ ടു E. Eക്ക് ഞാനൊരു വാല്യൂ കൊടുത്തു. എത്രയാണ്? E0 cos ω. അപ്പോൾ നിങ്ങൾ നോക്കിയേ,
ഈ ഇക്വേഷൻ എങ്ങനെ മാറി? പി ഈസ് ഈക്വൽ ടു എപ്സിലോൺ 0 കൈ1 ഇ ആയിരുന്നു ഉണ്ടായിരുന്നത്. ഇക്ക് പറഞ്ഞാൽ E0 cos omega t. രണ്ടാമത്തെ ടൈം എപ്സിലോൺ 0 കൈ സ്ക്വയർ ഇ സ്ക്വയർ. ഈ സ്ക്വയറിന് എന്ത് കൊടുക്കണം? E0 സ്ക്വയർ കോസ് സ്ക്വയർ ഒമേഗ. മൂന്നാമത്തെ ടൈം എന്തായിരുന്നു? എപ്സിലോൺ 0 കൈ ക്യൂബ് ഇ ക്യൂബ്. ഈ ക്യൂബിന് പറയാൻ എന്ത് കൊടുത്തു? E0 ക്യൂബ് കോസ് ക്യൂബ് ഒമേഗ. ഇനി ഞാൻ എന്ത് ചെയ്തു? ഈ കോസ് സ്ക്വയറിന്റെ ടൈമിന് നമുക്ക് വേണം മാറ്റി എഴുതാം. സൈൻ കോസ് ക്യൂബിനെയും മാറ്റി എഴുതാം. കോസ് സ്ക്വയറും മാറ്റാം, കോസ് ക്യൂബും മാറ്റാം. അങ്ങനെ മാറ്റി കഴിഞ്ഞാൽ കോസ് സ്ക്വയറിനെ ഞാൻ മാറ്റിക്കുന്നത് എന്താണ്? ഇതാണ് ഫസ്റ്റ് ടൈം ഇങ്ങനെ തന്നെ ഉണ്ട്. എപ്സിലോൺ 0 ഇതാണ്. ഞാൻ നേരത്തെ കാണിച്ച കോസ് സ്ക്വയറിനെ എങ്ങനെ മാറ്റി? 1 പ്ലസ് കോസ് 2 ഒമേഗ ടി ബൈ 2. കോസ് ക്യൂബിനെയോ കോസ് 3 ഒമേഗ ടി പ്ലസ് 3 കോസ് ഒമേഗ ടി ബൈ 4. ഇങ്ങനെ രണ്ടിലേക്ക് മാറ്റി. അപ്പൊ നിങ്ങൾ നോക്കിക്കേ, ഫസ്റ്റ് ടൈമിൽ അങ്ങനെ തന്നെ എപ്സിലോൺ 0 കൈ E0 കോസ്. സെക്കൻഡ് ടൈമിലും അതിന് മാറ്റിയപ്പോൾ നമുക്ക് എങ്ങനെ കിട്ടി? 1 പ്ലസ് കോസ് 2 ഒമേഗ ടി. തേർഡ് ടൈമിലോ കോസ് ക്യൂബിനെ മാറ്റിയപ്പോൾ കോസ് 3 ഒമേഗ ടി പ്ലസ് 3 കോസ് ഒമേഗ ടി. ഇതിന് നമ്മൾ സാധാരണ ഇക്വേഷൻ വെച്ച് ഇനി ഞാൻ എന്ത് ചെയ്തു? ഫസ്റ്റ് ഈ സെക്കൻഡ് ടൈമിലെ ഫസ്റ്റ് ടൈം എങ്ങനെ എഴുതിയേക്കുന്നത്? എപ്സിലോൺ 0 കൈ സ്ക്വയർ E0 സ്ക്വയർ ബൈ 2. അതാണ് ഇവിടെ. ഇനി ഈ ഇക്വേഷനിൽ മുകളിലത്തെ ഇക്വേഷനിൽ ഒരു കോസ് ഒമേഗ ടി ഉണ്ട്, മൂന്നാമത്തെ ടേമിലും ഒരു കോസ് ഒമേഗ ടി ഉണ്ട്. അതിന് ഞാൻ ഒരുമിച്ച് എഴുതി. ഇപ്പൊ എന്ത് വന്നു? ഇതാണ് E0 കോസ് ഒമേഗ. ഇവിടെ നിന്ന് എന്ത് ബാക്കി വന്നു? എപ്സിലോൺ 0 കൈ 1, എപ്സിലോൺ 0 കൈ. ലാസ്റ്റ് ടേമിൽ നിന്നും കോസ് ഒമേഗ ടി കോമൺ ആയിട്ട് പുറത്തെടുത്താൽ എപ്സിലോൺ 0 കൈ ക്യൂബ് E0 ക്യൂബ് ഇൻറ്റു 3/4. അതാണ് ഇവിടെ. അപ്പൊ ഞാൻ ഈ ഇക്വേഷന് റീഅറേഞ്ച് ചെയ്തേക്കുന്നത് കോസ് ഒമേഗ ടി 0 ആയ കേസ് അതാണ് E0. ഇനി കോസ് ഒമേഗ ടി, കോസ് 2 ഒമേഗ ടി, കോസ് 3 ഒമേഗ, ഇങ്ങനെ ഇതിനെ റീഅറേഞ്ച് ചെയ്തു. ഓക്കെ, അപ്പോൾ ഈ ഇക്വേഷനെ ഈ രീതിയിൽ മാറ്റി എഴുതി കഴിഞ്ഞാൽ ചില കൺക്ലൂഷൻ കൊടുത്താൽ ഫസ്റ്റ് ടൈം നോക്കിക്കേ, അവിടെ എന്തില്ല? ടൈം വേരിയിങ് ഫംഗ്ഷൻ ഇല്ല ഇലക്ട്രിക് ഫീൽഡിന്. അതൊരു കോൺസ്റ്റന്റ് ഇലക്ട്രിക് ഫീൽഡ്. E0 മാത്രമേ ഉള്ളൂ, കോസ് ഒമേഗ ടിയുടെ ഇല്ല. ആ ടൈമിനെ ഞാൻ DC ഫീൽഡ് എന്ന് പറയും, അല്ലെങ്കിൽ ഒപ്റ്റിക്കൽ റെക്ടിഫിക്കേഷൻ എന്ന് പറയും. കഴിഞ്ഞ സിലബസിൽ ഒപ്റ്റിക്കൽ റെക്ടിഫിക്കേഷനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ടായിരുന്നു, നിങ്ങൾക്കില്ല. അപ്പോൾ നിങ്ങൾ ഓർത്തിരിക്കുക, ഈ രീതിയിൽ ഇക്വേഷനെ റീഅറേഞ്ച് ചെയ്യുമ്പോൾ നമുക്ക് ടൈം വേരിയിങ് ഫംഗ്ഷൻ ഇല്ലാത്ത ഒരു ടേം കിട്ടും ഫസ്റ്റിൽ. അതിന് ഞാൻ ഒപ്റ്റിക്കൽ റെക്ടിഫിക്കേഷൻ എന്ന് പറയും. അതേപോലെ രണ്ടാമത്തെ ടേം ഉണ്ട്. രണ്ടാമത്തെ ടേമിൽ നിങ്ങൾ നോക്കിക്കേ, ഇതാണ് ഞാൻ നേരത്തെ എഴുതിയ ഇക്വേഷൻ. ഇതിൽ രണ്ടാമത്തെ ടേം എന്ന് എന്താണ്? ഇതാണ് രണ്ടാമത്തെ ടേം. ഈ രണ്ടാമത്തെ ടേമിൽ എനിക്ക് എന്ത്? കോസ് ഒമേഗന്റെ ഫംഗ്ഷൻ മാത്രമേ ഉള്ളൂ. ഓക്കെ, ആദ്യത്തെ ടേമിൽ എനിക്ക് കോസ് ഫംഗ്ഷനേ ഇല്ലായിരുന്നു, ടൈം വേരിയിങ് ഫംഗ്ഷൻ അല്ലായിരുന്നു. ഇത് ഫസ്റ്റ് ടേം ആണ്. സെക്കൻഡ് ടേമിൽ കോസ് ഒമേഗ ടി ആണ്. ഇനി മൂന്നാമത്തെ ടേം നോക്കി, അവിടെ കോസ് 2 ഒമേഗ ടി. നാലാമത്തെ ടേമിൽ കോസ് 3. ഈ രീതിയിലാണ് ഇക്വേഷൻ നമ്മൾ റീഅറേഞ്ച് ചെയ്തേക്കുന്നത്. അപ്പൊ അതുകൊണ്ട് സെക്കൻഡ് ടേമിൽ കോസ് ഒമേഗ ടി ആണുള്ളത്. അതുകൊണ്ട് നമ്മൾ അതിനെ എന്തെന്ന് പറയും? ഫസ്റ്റ് ഹാർമോണിക് ഓഫ് പോളറൈസേഷൻ. ഇനി രണ്ടാമത്തെ ടേമിൽ കോസ് 2 ഒമേഗ ടി, അതുകൊണ്ട് സെക്കൻഡ് ഹാർമോണിക് പോളറൈസേഷൻ. അതിന് 2 ഒമേഗ ഉണ്ടോ? 2 ഒമേഗ ഉള്ളത്. ആദ്യത്തേതിൽ എന്ത് മാത്രമേ ഉള്ളൂ? ഇതിൽ ഒമേഗ മാത്രം. അതേസമയം ഫസ്റ്റ് ടൈമിലോ ദർ ഇസ് നോ ടൈം ഓഫ് ഒമേഗ. അതുകൊണ്ടാണ് നമ്മൾ അതിനെ ഒപ്റ്റിക്കൽ റെക്ടിഫിക്കേഷൻ എന്ന് പറയുന്നത്. രണ്ടാമത്തെ ടൈമിൽ കോസ് ഒമേഗ ടി ആണ് ഫസ്റ്റ് ഹാർമോണിക് പോളറൈസേഷൻ എന്ന് പറയും. മൂന്നാമത്തെ ടൈമിൽ കോസ് 2 ഒമേഗയാണ് സെക്കൻഡ് ഹാർമോണിക് എന്ന് പറയും. ഫൈനലി തേർഡ് ഹാർമോണിക് പോളറൈസേഷൻ. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഹാർമോണിക് ഉണ്ട്, സെക്കൻഡ് ഹാർമോണിക് ഉണ്ട്, തേർഡ് ഹാർമോണിക്.